ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിവേക് ബാലകൃഷ്ണൻ. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ആടുജീവിതം എന്ന് പറയുന്ന നോവൽ സിനിമയാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ആദ്യ ഷോ കണ്ടു. സിനിമയെക്കുറിച്ച് പറയുന്നതിനായിട്ട് മുമ്പ് നോവലിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാം. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കപ്പെട്ട നോവലാണ് ആടുജീവിതം. അങ്ങനെ ഒരു നോവൽ സിനിമയാക്കുമ്പോൾ വളരെയധികം റിസ്ക് കൂടുതലാണ്. കാരണം ഓരോ വായനക്കാരൻ്റെ മനസ്സിലും അതിലെ പശ്ചാത്തലങ്ങൾ വ്യത്യസ്തമായിരിക്കും. അത്രയും വലിയൊരു റിസ്ക് എടുത്ത് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ഒരുങ്ങിയ സംവിധായകൻ ബ്ലെസി സാറിനാണ് ആദ്യത്തെ സല്യൂട്ട്. കാരണം അത്രയും മനോഹരമായിരിക്കുന്നു ആടുജീവിതത്തിൻ്റെ പശ്ചാത്തലം. സിനിമയിലെ ടെക്നീഷ്യൻ സൈഡ് നോക്കുകയാണെങ്കിൽ എഡിറ്റിംഗ് ആണെങ്കിലും ക്യാമറയാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും അതുപോലെ തന്നെ സൗണ്ട് മിക്സ് എല്ലാം തന്നെ അതിമനോഹരമായിരിക്കുന്നു. റസൂൽ പൂക്കുട്ടിയും AR റഹ്മാനും ഒന്നും തന്നെ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയില്ല എന്ന് തന്നെ നമുക്ക് പറയാം. സിനിമയിൽ എടുത്തു പറയേണ്ട കാര്യം പൃഥ്വിരാജ് എന്ന നടനെ കുറിച്ച് തന്നെയാണ്. നജീബ് എന്ന കഥാപാത്രത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ ഒരു മേക്ക് ഓവർ അതിഗംഭീരം തന്നെയാണ്. നോവൽ വായിച്ചിട്ടുള്ളവർക്കറിയാം നജീബ് എന്ന് പറയുന്ന മനുഷ്യൻ ആടുമായി എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്ന്. തൻ്റെ ഭാര്യയോട് കാണിക്കുന്ന അതേ സ്നേഹം തന്നെ അദ്ദേഹം ആടുകളോട് കാണിച്ചുകൊണ്ടാണ് ആ ഒരു മരുഭൂമിയിൽ ജീവിച്ചിരുന്നത്. അത്രയും വലിയ ഒരു ഇൻറ്റിമേറ്റ് രംഗങ്ങളൊന്നും തന്നെ സിനിമയ്ക്കകത്തില്ല. അതിൻ്റെയൊന്നും ആവശ്യം ഇല്ല, അല്ലെങ്കിൽ അതിനെ അപ്പുറത്തേക്കാണ് പൃഥ്വിരാജ് എന്ന നടൻ്റെ പെർഫോമൻസ് പ്രേക്ഷകരെ ഞെട്ടിക്കുന്നത്. സിനിമയിൽ എടുത്തു പറയേണ്ട രംഗങ്ങളായിട്ട് എനിക്ക് തോന്നിയത് ഒന്ന് ഹക്കീമിൻ്റെ മരണവും തുടർന്നുണ്ടാവുന്ന ഒരു കൊടുങ്കാറ്റുമാണ്. മരുഭൂമിയിലുണ്ടാവുന്ന ആ കൊടുങ്കാറ്റും ആ മരണവുമെല്ലാം തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. നോവൽ വായിക്കാത്ത ഒരാൾക്ക് സിനിമ എത്തരത്തിൽ ആസ്വദിക്കാൻ കഴിയും എന്ന് അറിയില്ല. കാരണം ഞാൻ നോവൽ വായിച്ചത് കൊണ്ട് തന്നെ എനിക്ക് സിനിമ വളരെ മനോഹരമായി ആസ്വദിക്കാൻ പറ്റി. തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് ഇത്രയും വലിയ സംഭാവന നൽകിയ ബ്ലെസി സാറിനും പൃഥ്വിരാജിനും അണിയറ പ്രവർത്തകർക്കെല്ലാം തന്നെ തീർച്ചയായിട്ടും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ആടുജീവിതം. തീർച്ചയായിട്ടും എല്ലാവർക്കും സിനിമ കാണാൻ പറ്റട്ടെ, സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.